മാതരം, വന്ദേ മാതരം. ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ വിവിധ പാർട്ടികളുടെ അധ്യക്ഷന്മാരെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, തിരുവനന്തപുരത്തെ ജനങ്ങളെ വളരെയധികം സ്നേഹം അറിയിച്ചുകൊണ്ട് തുടങ്ങട്ടെ. അഭിമാനത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഒരു പുതിയ അനന്തപുരി ഇവിടെ ഉയരാൻ പോവുകയാണ്. ഒരു പുതിയ തിരുവനന്തപുരം നഗരസഭ നമ്മളുടെ സമൂഹത്തെയും ജനത്തെയും ഉന്നമനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി വരാൻ കാത്തു നിൽക്കുന്നു. കാലാകാലങ്ങളായി വളരെ മോശമായ ദുർഭരണം തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് നൽകിക്കൊണ്ട് ഭരിച്ചിരുന്ന CPM എന്ന പാർട്ടി മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അത് മാറ്റുന്നത് നമ്മളാണ്, NDA ആണ്. അതിന് തയ്യാറെടുത്ത് മുന്നിട്ട് നിൽക്കുന്നത് നമ്മളാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ ദേശീയ അധ്യക്ഷനായ നദ്ദാജിയും സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർജിയുമാണ്. ഇത് അടുത്ത കാലത്തൊന്നും തുടങ്ങിയതല്ല. മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ തീരുമാനിച്ച് കഴിഞ്ഞിരുന്നു, മതി, മാറാത്തത് ഇനിയും മാറും, നമ്മളത് മാറ്റും. അനന്തപുരിയെ ഇനിയും കൂടുതൽ ദുഷിപ്പിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകാൻ ഭാരതീയ ജനതാ പാർട്ടിക്കോ NDAക്കോ ഇനി സാധിക്കില്ല. നമ്മുടെ ജനത്തെ ഇതുപോലെ ദ്രോഹിക്കാൻ, നമ്മളുടെ സമൂഹം ഇതുപോലെ നശിക്കാൻ ഇനി നമുക്ക് അനുവദിക്കാൻ പാടില്ല. നമ്മളോടൊപ്പം ശ്രീ പത്മനാഭസ്വാമി ഉണ്ട്, ആറ്റുകാൽ ഭഗവതിയുണ്ട്, പഴവങ്ങാടി ഗണപതി സ്വാമിയുണ്ട്. ഇവരെയൊക്കെ സാക്ഷി നിർത്തി നമ്മൾ പറയുകയാണ്, ഉറക്കെ പറയുകയാണ്, ഈ ഭരണം, ഈ ദുഷിച്ച് നാറിയ CPM ഭരണം നഗരസഭയിൽ നിന്ന് മാറും. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ സെക്രട്ടേറിയറ്റിൽ നിന്ന് മാറും. അത് ഉറപ്പാണ്. വിജയം ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുന്ന ഒരു ജൈത്രയാത്രയാണ് ഇപ്പോൾ നമ്മൾ നടത്തുന്നത്. വരും ദിവസങ്ങളിൽ വളരെ അടുത്ത് നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അതിൻ്റെ ആദ്യത്തെ ചുവടുപടിയായി നമ്മൾ കാണണം. ഇത് എല്ലായിടത്തും സംഭവിക്കുന്ന കാര്യം തന്നെയാണ്. വർഷങ്ങളായി എന്തുകൊണ്ട് ഈ CPM പാർട്ടിക്ക് കോർപ്പറേഷൻ കൈയടക്കി വാണ് ഭരിക്കാൻ സാധിക്കുന്നു, എന്തുകൊണ്ടാണ് ജനം ഇത് മനസ്സിലാക്കാത്തത് എന്ന ഒരു ചോദ്യം എവിടെന്നെങ്കിലും ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം ഒന്നേ ഉള്ളൂ. പേടിപ്പിച്ച് ഭരിക്കുന്ന ഒരു സംവിധാനമാണ് CPMൻ്റെ. വോട്ട് ചെയ്യാൻ പോകുമ്പോഴും അല്ലാത്തപ്പോഴും അവരുടെ അണികളെയും ഒക്കെ പേടിപ്പിച്ച് നിർത്തിക്കൊണ്ട് മര്യാദയ്ക്ക് അനുസരിക്കുന്നത്, പറയുന്നത് അനുസരിച്ച് നിന്നില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ഇന്നത് ചെയ്യും, വെട്ടിക്കളയും, കുടുംബത്തെ തകർത്ത് കളയും എന്നൊക്കെയുള്ള ഭീഷണിയുടെ സ്വരത്തിൽ വളരെയധികം മുന്നോട്ട് പോയി ആളുകളെ കൊണ്ട് പേടിപ്പിച്ച് വോട്ട് ചെയ്യിച്ചാണ് ഇത്ര നാൾ, കഴിഞ്ഞ 42 വർഷമായി അവർ നഗരസഭ ഭരിച്ചിരുന്നത്. ഫലമോ, ഇവിടെ കിട്ടിയിരുന്ന ഫണ്ടുകളെല്ലാം ദുർവിനിയോഗം ചെയ്ത് സകല നാശനഷ്ടങ്ങളും വരുത്തി ജനങ്ങളെ ദുരിതത്തിലാക്കി, എല്ലായിടവും പ്രശ്നങ്ങളുണ്ടാക്കി. 10-20 വർഷം മുമ്പ് ഒരു കൊതുക് പോലും തിരുവനന്തപുരത്തുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കൊതുകില്ലാതെ രാവിലെ പോലും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്തുകൊണ്ടാണ്? മാലിന്യം. ഒന്നും നേരം വണ്ണം ചെയ്യാൻ പറ്റാത്ത മാലിന്യ സംസ്കരണം നേരെ ചെയ്യില്ല, വെള്ളക്കെട്ട് നേരെ തീർക്കില്ല. ഓപ്പറേഷൻ അനന്തപുരി എന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ വെള്ളക്കെട്ട് തീർക്കാനായി തമ്പാനൂര് ചെലവഴിച്ചു. പക്ഷേ അടുത്ത മഴയ്ക്ക് വീണ്ടും ഇവിടെ ഒരു വെള്ളപ്പൊക്കമായിരുന്നു നമ്മൾ കണ്ടത്. ഇതുപോലെയുള്ള സകലവിധ തൂർത്തും അഴിമതിയും നടത്തി ജനജീവിതം ദുസ്സഹമാക്കി ഭരിച്ചിരുന്ന ഈ ഭരണം, ഇപ്പോഴത്തെ LDF CPM ഭരണം മാറിയേ തീരൂ. അത് മാറ്റാനായിട്ട് നിയോഗിക്കപ്പെട്ട ആൾക്കാരാണ് NDA. അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട 101 സ്ഥാനാർത്ഥികളാണ് ഇന്നിവിടെ അണിനിരക്കുന്നത്. നമ്മൾ എല്ലാവരും കൂടെ ഉറക്കെ വിളിച്ച് പറയണം, ഇതിനിയിപ്പോൾ ഞങ്ങളുടെ അവസരമാണ്. ജനം അത് നമുക്ക് തന്നു കഴിഞ്ഞു. ഇത് ഉറപ്പാണ്. നമ്മളെ ഇനിയും അധികാരത്തിൽ ഏറ്റും. തീർച്ചയായും 60 സീറ്റുകൾ വാർഡിൽ നേടിക്കൊണ്ട് നമ്മൾ തിരുവനന്തപുരം ഭരിച്ച് കാണിച്ചു കൊടുക്കും എങ്ങനെയാണ് ഒരു നഗരം സുസ്ഥിരമായി
നല്ലതായി അഴിമതി രഹിതമായി ജനനന്മയോടുകൂടി പ്രവർത്തിക്കേണ്ടത് എന്ന് തെളിയിച്ചു കൊടുക്കാൻ നിയോഗിക്കപ്പെട്ട പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടിയും NDAയുടെ വിവിധ പാർട്ടികളും ഇവിടെ അണിനിരത്തിരിക്കുന്ന എല്ലാ ഓരോരുത്തരും. എനിക്കൊന്ന് മാത്രമേ പറയാനുള്ളൂ, ഇനിയുള്ള സമയം എന്ന് പറയുന്നത് നമ്മൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ ജനങ്ങളുടെ അടുത്ത് പോയി അവരുമായിട്ട് സംവദിച്ചുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. നിങ്ങൾ വഞ്ചിക്കപ്പെടുകയായിരുന്നു ഇത്ര നാൾ. മാറി മാറി ഭരിച്ച കേരളത്തിൽ മാറി മാറി ഭരിച്ച LDFും UDFും സർക്കാരുകൾ നിങ്ങളെ വഞ്ചിക്കുന്നതിലാണ് ഏറ്റവും കൂടുതൽ താല്പര്യം കാണിച്ചിരുന്നത്. അവരവരുടെ പാർട്ടിയും കീശയും ഒക്കെ വീർപ്പിച്ചപ്പോൾ പൊതുജനങ്ങളെയും സാധാരണക്കാരെയും കടക്കെണിയിൽ ആഴ്ത്തിക്കൊണ്ട് ഓരോ ആളുകളെയും ദുരിതത്തിൽ ആഴ്ത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന പല തരത്തിലുള്ള ഫണ്ടുകൾ ഇവിടെ വാങ്ങിക്കാതെ അത് വകമാറ്റി ചെലവഴിച്ച് അത് ദുരുപയോഗം ചെയ്തുകൊണ്ട് ഭരിച്ചിരുന്ന ഒരു വളരെ മോശപ്പെട്ട ഒരു ഭരണമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് എന്ന് ജനങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കുകയും ഇനി ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ അവരെ പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ് ഇനി നമ്മുടെ കടമ. ശ്രീ VV രാജേഷ് ഇവിടെ വളരെ മനോഹരമായിട്ട് പറഞ്ഞു, എണ്ണി പറഞ്ഞു എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്ന്. ഇവിടെ നഗരത്തിൽ നായ്ക്കളുടെ ശല്യം ഒഴിവാക്കാനായി എന്ത് ചെയ്യണം, മാലിന്യ നിർമ്മാർജ്ജനത്തിന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പൈപ്പ് പൊട്ടാതെ ഇരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ഒരു റോഡ് നല്ല നിലയിൽ ഇരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ഇതൊക്കെ ജനങ്ങൾ അറിയണം. ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ്. പൊട്ടിപ്പൊളിഞ്ഞ റോഡ് സമയബന്ധിതമായി നന്നാക്കി കൊടുക്കുക, അവരുടെ പൊട്ടിയ പൈപ്പ് ഒന്ന് നന്നാക്കി കൊടുക്കുക, കുറേ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇത് ചെയ്യാനായി ഇപ്പോൾ ഭരിക്കുന്ന LDF കോർപ്പറേഷന് പറ്റുന്നില്ല. അവർ മാസങ്ങളെടുക്കുന്നു, വർഷങ്ങളെടുക്കുന്നു, പ്രശ്നം വീണ്ടും വീണ്ടും ഗുരുതരമാകുന്നു. എന്നാൽ ത്വരിതഗതിയിൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇത് പരിഹരിച്ചാൽ പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരു സാഹചര്യം വന്നു ചേരും. ഒരു മാസം അല്ലെങ്കിൽ 2 മാസം കൊണ്ട് നമ്മളുടെ കഴിവ് നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരു ജനത്തിന് തീർച്ചയായും പരാതികൾ ഉണ്ടാകാതെ ഇരിക്കുകയും നമ്മളുടെ കൂടെ വികസന പ്രക്രിയയിൽ പങ്കാളിയാവുകയും ചെയ്യും. അതിനുള്ള ഒരു സാധ്യതയാണ് തേടേണ്ടത്. ഇപ്പോൾ തെരുവ് നായ്ക്കളുടെ ഷെൽട്ടർ ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ തെരുവുകളിൽ നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരുടെ ഒരു സംഘടന ഉണ്ടാക്കി. വാട്സാപ്പ് ഗ്രൂപ്പ് വഴി അവരുടെ കയ്യിൽ നിന്ന് മാസം തെരുവ് നായ്ക്കളുടെ ഭക്ഷണത്തിലുള്ള തുക നമ്മൾ ഷെൽട്ടർ ഹോമിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നം ഒഴിവായി കിട്ടി. നമുക്ക് വേറെ ഒരിടത്തു നിന്നും പൈസ കണ്ടുപിടിക്കേണ്ടി വരില്ല. ഇതുപോലെയുള്ള നൂതനമായ പല സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് പ്രശ്നങ്ങൾ ഇല്ലാതാക്കി കഴിഞ്ഞാൽ നമ്മളുടെ ശ്രദ്ധ മുഴുവനും വികസനത്തിന് വേണ്ടി നമുക്ക് വിനിയോഗിക്കാൻ സാധിക്കും. പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരു നഗരസഭ ഉണ്ടാക്കുക എന്ന ഒരു ദൗത്യത്തിന് ശേഷം എങ്ങനെയാണ് ഒരു വികസനം ഒരു സിറ്റിയിൽ വരേണ്ടത് എന്ന് തെളിയിച്ചു കൊടുക്കാനുള്ള ആർജവം ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്, NDAക്കുണ്ട് എന്ന് തെളിയിച്ച് കൊടുക്കേണ്ട ഒരു സമയം വന്നിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്നിച്ച് നിന്നുകൊണ്ട്, കൈകോർത്ത് നിന്നുകൊണ്ട്, തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കാം, ഇത് വികസിത അനന്തപുരിയുടെ സമയമാണ്. മാറാത്തത് ഇനി മാറിയേ തീരൂ. നമ്മളാണ് ഇനി ഇവിടെയുള്ള നഗരസഭയുടെ ഭരണയന്ത്രം ചലിപ്പിക്കാൻ പോകുന്നത്. അത് ഈ സമൂഹത്തിന് വേണ്ടി, തിരുവനന്തപുരത്തിന് വേണ്ടി, അനന്തപുരിക്ക് വേണ്ടി, ഇവിടെയുള്ള ഓരോ ജനത്തിനും വേണ്ടി, ഇവിടെയുള്ള ഓരോ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി ഉള്ള ഒരു സേവനത്തിൽ ഊന്നി നിൽക്കുന്ന ഒരു ഭരണം നമ്മൾ ഉറപ്പാക്കാനായിട്ടാണ് ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. അതുകൊണ്ട് ഉറക്കെ പറയാം നമുക്ക്, ഇതാണ് നമ്മുടെ ഊഴം. ഇനി BJP ആണ് ഇവിടെ വരാൻ പോകുന്നത്. ഇതിനുശേഷം കേരളത്തിൽ ആകെ അലയടിക്കുന്ന ഒരു തരംഗം നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ തിരുവനന്തപുരം BJP കീഴടക്കി കഴിയുമ്പോൾ കേരളം ഒട്ടാകെ അതിൻ്റെ അലയടികൾ ദൃശ്യമാകും. അതുകൊണ്ട് ഓർക്കുക, ഇത് നമ്മൾ മാത്രം നോക്കിയിരിക്കുന്ന ഒരു ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പല്ല. ശ്രീ നരേന്ദ്രമോദിജി, അദ്ദേഹത്തിൻ്റെ ആൾക്കാർ വരെ ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് സസൂക്ഷ്മം വീക്ഷിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ഇവിടെ ഡിസംബർ 9-ാം തീയതി നടക്കാൻ പോകുന്നത്. അത് നമ്മൾ മറക്കാൻ പാടില്ല. നമ്മൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന നേതാക്കന്മാരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കാൻ പാടില്ല. അവരൊരുപാട് പ്രതീക്ഷ നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അതോടൊപ്പം നമ്മൾ ഉയർന്ന് പ്രവർത്തിക്കേണ്ട സമയം അടുത്തിരിക്കുന്നു.
നമുക്കിപ്പോൾ തീരെ സമയമില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഇതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി ചെയ്യാനുള്ള സകലതും ചെയ്ത് നമ്മളുടെ സന്ദേശം നല്ല രീതിയിൽ ജനങ്ങൾക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ജൈത്രയാത്ര തുടരാം, മുന്നേറാം. ഒരു വികസിത അനന്തപുരിക്കായി ഡിസംബർ 9 ശേഷം വരുന്ന ഒരു നല്ല ഭരണത്തിനായി ഒത്തുചേരാം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. വന്ദേ മാതരം. നമ്മുടെ ഈ വലതുഭാഗത്ത് നിൽക്കുന്ന എല്ലാ പ്രവർത്തകരും ദയവായി ഇടതുഭാഗത്തെ കസേര BJP-യുടെയും NDA-യുടെയും സ്ഥാനാർത്ഥിമാരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വളരെ ദീർഘമായിട്ട് ഉള്ള ഒരു യോഗത്തിലാണ് നമ്മളെല്ലാവരും പങ്കെടുത്തിരിക്കുന്നത്. ഈ യോഗത്തിൽ ഇനിയും നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ യോഗത്തിൻ്റെ അജണ്ട എന്താണ് എന്ന് ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വികസിത അനന്തപുരി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയുള്ള മഹാദൗത്യത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടിയും NDA-യും. ആ വികസിത അനന്തപുരി മുന്നോട്ട് വയ്ക്കുന്നത് NDA-യാണ്, BJP-യാണ്. NDA-ക്കും BJP-ക്കും മാത്രമേ വികസിത അനന്തപുരി എന്ന് പറയുന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഇന്ന് സാധിക്കൂ. രാഷ്ട്രീയമായി വികസിത അനന്തപുരി സാക്ഷാത്കരിക്കാൻ സാധിക്കുന്ന പ്രസ്ഥാനം NDA-യാണ്. കാരണം NDA-യാണ് ഇന്ത്യ ഭരിക്കുന്നത്. സംഘടനാ തലത്തിൽ വികസിത അനന്തപുരി യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുന്ന പ്രസ്ഥാനം NDA-യാണ്. ഈ തിരുവനന്തപുരം നഗരത്തിൽ സംഘടനാ വൈഭവം കൊണ്ട് ഏറ്റവും ഉജ്ജ്വലമായ പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടിയും NDA-യും തന്നെയാണ്. അതുപോലെ തന്നെ ഭരണ മികവ് കൊണ്ട് ഈ തിരുവനന്തപുരത്തിൻ്റെ വികസനം സാക്ഷാത്കരിക്കാൻ കഴിയുന്ന പാർട്ടിയും BJP-യാണ്, NDA-യാണ്. നരേന്ദ്ര ദാമോദർ ദാസ് മോദി ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ അനന്തപുരിക്ക് നൽകിയിട്ടുള്ള കോടിക്കണക്കിന് ആയിരക്കണക്കിന് കോടി രൂപയുടെ വികസന പദ്ധതികൾ ഈ നാട്ടിൽ നല്ലവരായിട്ടുള്ള ജനതയ്ക്ക് നന്നായിട്ടറിയാം. ഞാൻ ഇവിടുത്തെ പിണറായി വിജയൻ ഗവൺമെന്റിനെ വെല്ലുവിളിക്കുന്നു. ഈ 10 വർഷത്തിനുള്ളിൽ തിരുവനന്തപുരത്ത് നടപ്പാക്കിയ പരിപാടികളിലും പദ്ധതികളിലും ആരുടെ പണമാണ് ചെലവഴിച്ചത് എന്ന് ശ്രീ പിണറായി വിജയനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ പിണറായി വിജയൻ അനന്തപുരിയുടെ വികസനത്തിന് വേണ്ടി 10 വർഷത്തിനുള്ളിൽ നൽകിയ സംഭാവനയേക്കാൾ 100 മടങ്ങ് ശ്രീ നരേന്ദ്രമോദി അനന്തപുരിക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശ്രീമതി ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടപ്പാക്കിയിട്ടുള്ള തനത് ഫണ്ടിൽ നിന്നുള്ള വികസനം വട്ടപൂജ്യമാണ്. തിരുവനന്തപുരം നഗരത്തിന്റെ വികസനത്തിന് വേണ്ടി നയാ പൈസ ചെലവഴിക്കാൻ കഴിയാത്ത ഒരു നഗരമാണ് തിരുവനന്തപുരം നഗരം. ഇവിടെ നമ്മൾ കാണേണ്ടത് തിരുവനന്തപുരത്തിനെ ഇന്ന് ആഗോള തലത്തിലേക്ക് ഉയർത്താൻ പോകുന്ന വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾക്ക് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നരേന്ദ്രമോദി സർക്കാർ ഇവിടെ ആരംഭം കുറിച്ചിരിക്കുന്നു. കാരോട് കഴക്കൂട്ടം ദേശീയപാത നരേന്ദ്രമോദി സർക്കാർ 7 വർഷങ്ങൾക്ക് മുമ്പ് 1200 കോടി രൂപ ചെലവഴിച്ച് ആരംഭിച്ച കാരോട് കഴക്കൂട്ടം ദേശീയപാത ഈ വരുന്ന ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോവുകയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി അത് ഈ രാജ്യത്തിന് സംഭാവന ചെയ്യാൻ പോവുകയാണ്. അനന്തപുരിയുടെ വികസനത്തിന്റെ അനന്തമായിട്ടുള്ള വികസനത്തിന് വലിയൊരു മുതൽക്കൂട്ടാകാൻ പോകുന്ന കാരോട് ദേശീയപാത ഈ നാടിന് സംഭാവന ചെയ്തിരിക്കുന്നത് നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അതുപോലെ തന്നെ 45 വർഷങ്ങളായിട്ട് വെള്ളത്തിലാണ്ട് കിടന്ന വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്ന ഈ കേരളത്തിന്റെ മുഴുവൻ തന്നെ സ്വപ്ന സദൃശ്യമായിട്ടുള്ള വികസനത്തിന് കാരണഭൂതമാകാൻ പോകുന്ന വിഴിഞ്ഞം തുറമുഖം ഈ നാടിന് യാഥാർത്ഥ്യമാക്കി തന്നത് നരേന്ദ്രമോദി സർക്കാരാണ്. 2014 നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയപ്പോഴാണ് വിഴിഞ്ഞം തുറമുഖത്തിന് ശാപമോക്ഷം ലഭിച്ചത്. വിഴിഞ്ഞം തുറമുഖത്തിന് കല്ലിട്ടത് നരേന്ദ്ര ദാമോദർ ദാസ് മോദിയാണ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 1ാം ഘട്ടം പൂർത്തിയാക്കിയത് നരേന്ദ്ര ദാമോദർ ദാസ് മോദിയാണ്. അതുകൊണ്ട് ഈ തിരുവനന്തപുരത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റിയത് നരേന്ദ്രമോദിയാണ്. 784 കോടി രൂപയാണ് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടായി ഈ തിരുവനന്തപുരത്തിനെ ഒരു തുറമുഖ നഗരമാക്കാനായി നരേന്ദ്രമോദി ചെലവഴിച്ചത്. ഈ തിരുവനന്തപുരത്തിന് എയർപോർട്ട് ആധുനികവും അതോടൊപ്പം തന്നെ എയർ ട്രാഫിക് ഏറ്റവും കൂടുതലുള്ള എയർപോർട്ടായിട്ട് തിരുവനന്തപുരത്തെ മാറ്റാൻ വേണ്ടിയുള്ള മഹാദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് നരേന്ദ്ര ദാമോദർ ദാസ് മോദിയാണ്. പ്രിയപ്പെട്ടവരെ, തിരുവനന്തപുരത്തിന്റെ എയർപോർട്ടിന്റെ വികസനം നരേന്ദ്രമോദി യാഥാർത്ഥ്യമാക്കുന്നു. തിരുവനന്തപുരത്തിന്റെ ദേശീയപാതയുടെ വികസനം നരേന്ദ്രമോദി യാഥാർത്ഥ്യമാക്കുന്നു.
തിരുവനന്തപുരത്തിന് ഇന്ത്യയിലെ ഏറ്റവും വലിയ മദർ പോർട്ട് ഈ തിരുവനന്തപുരത്ത് സംഭാവന ചെയ്തിരിക്കുന്നതിന് കാരണക്കാരൻ നരേന്ദ്രമോദിയാകുന്നു. തിരുവനന്തപുരത്തെ റെയിൽവേ സ്റ്റേഷനുകൾ, തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ അതുമാത്രമായിരുന്നു ഇന്നലകളിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ 480 കോടി രൂപ ചെലവഴിച്ച് ആഗോള നിലവാരമുള്ള റെയിൽവേ സ്റ്റേഷനായിട്ട് ഉയർത്തുന്നത് നരേന്ദ്ര ദാമോദർ ദാസ് മോദിയാണ്. ഈ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ മാത്രമല്ല, വേളി റെയിൽവേ സ്റ്റേഷൻ, തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ എന്ന നിലയിലും, നേമം റെയിൽവേ സ്റ്റേഷൻ, തിരുവനന്തപുരം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ എന്ന നിലയിലും ഈ തിരുവനന്തപുരത്തിന് 3 അന്താരാഷ്ട്ര നിലവാരമുള്ള റെയിൽവേ സ്റ്റേഷൻ സംഭാവന ചെയ്തിരിക്കുന്നത് നരേന്ദ്ര ദാമോദർ ദാസ് മോദിയാണ്. തിരുവനന്തപുരത്തിന് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 1274 കോടി രൂപ ഈ അനന്തപുരിക്ക് നൽകിയിരിക്കുന്നത് നരേന്ദ്ര ദാമോദർ ദാസ് മോദിയാണ്. ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ തിരുവനന്തപുരത്ത് 25,000 കോടിയിലേറെ രൂപയുടെ വികസനം എത്തിച്ച നരേന്ദ്രമോദിയാണ് അനന്തപുരിയുടെ വികസന നായകൻ എന്ന് പറഞ്ഞാൽ ഈ അനന്തപുരിയിലെ 10 ലക്ഷം വരുന്ന ജനതയും കൈയടിച്ച് അത് അംഗീകരിക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കാണ് സംശയം? ആ നരേന്ദ്രമോദിയുടെ വികസന സ്വപ്നങ്ങൾ ഭാവിയിൽ അനന്തപുരിയിൽ സുഗമമായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ, ഈ തിരുവനന്തപുരത്തുകാരുടെ വികസന സ്വപ്നങ്ങൾ അനന്തപുരിയിൽ പൂവണിയിക്കണമെന്നുണ്ടെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം അനന്തപുരിയിൽ സാധ്യമാകണം. ഭാരതീയ ജനതാ പാർട്ടിയുടെ താമര ചിഹ്നത്തിൽ ജയിച്ച NDAയുടെ മേയർ അനന്തപുരിക്ക് അനന്തപത്മനാഭന്റെ തിരുസന്നിധിയിൽ ഉണ്ടാകണം. അതിനുവേണ്ടിയുള്ള മഹാദൗത്യത്തിന്റെ ദൗത്യത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടിയും BDJS-ഉം അതോടൊപ്പം തന്നെ KKC-യും ശിവസേനയും ഉൾപ്പെടെയുള്ള NDAയുടെ ഘടകകക്ഷികൾ മുഴുവൻ തന്നെ ആ മഹാദൗത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ ഈ കേരളത്തിൽ വികസനം എന്നുള്ള സ്വപ്നവുമായിട്ട് കടന്നു വന്ന് ഈ കേരളത്തിന്റെ വികസനം സാക്ഷാത്കരിക്കുന്നതുവരെ വിശ്രമമില്ലാതെ പണിയെടുക്കുമെന്ന് പ്രഖ്യാപിച്ച NDAയുടെ സംസ്ഥാന ചെയർമാൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് ഇവിടെ വികസനത്തിന്റെ റോഡ് മാപ്പ് അവതരിപ്പിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്തിന്റെ വികസനത്തിന്റെ റോഡ് മാപ്പ് അവതരിപ്പിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് BJPയുടെ മേയർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം മുതൽ 45 ദിവസത്തിനുള്ളിൽ തിരുവനന്തപുരത്തിന് വേണ്ടിയുള്ള വികസനത്തിന്റെ രൂപരേഖ ഈ അനന്തപുരിയിൽ സാക്ഷാൽ നരേന്ദ്ര ദാമോദർ ദാസ് മോദി വന്ന് അവതരിപ്പിക്കുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ നമുക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ്. അദ്ദേഹത്തിന്റെ ഉറപ്പ് ഈ നാടിലുള്ള എല്ലാവർക്കും വിശ്വാസമുള്ളൊരു ഉറപ്പാ. തോറ്റ ആള് വികസനത്തിന് വേണ്ടി പടയാളിയായിട്ട് നിൽക്കുന്നു, ജയിച്ചവർ മൂലയിലിരിക്കുന്നു. അതാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ. പാർലമെന്റിൽ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 8,000 വോട്ടിന്റെ വ്യത്യാസത്തിൽ പരാജയപ്പെട്ടു. പക്ഷേ അദ്ദേഹം ഇവിടെ നിന്ന് പോയില്ല. ഈ കേരളത്തിന്റെ മുഴുവൻ വികസന സ്വപ്നവും സാക്ഷാത്കരിക്കുന്നതുവരെ വിശ്രമമില്ലാതെ ഈ അനന്തപുരി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമെന്ന പ്രതിജ്ഞയുമായിട്ട് വന്ന് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഇന്ത്യയിലെ മന്ത്രിമാരുടെയും എല്ലാവരുടെയും പിന്തുണയോടുകൂടി കേരളം ആഗ്രഹിക്കുന്ന സകല വികസനവും അനന്തപുരിയിലും കേരളത്തിലും കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രതിജ്ഞാബദ്ധതയോടുകൂടി പണിയെടുക്കുന്ന ഒരു സക്രിയനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ NDAയുടെ ചെയർമാൻ. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ഈ തിരുവനന്തപുരത്ത് സാക്ഷാത്കരിക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടിക്കും NDAക്കും സാധിക്കുമെന്നുള്ള ബോധ്യവുമാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയ പതാക ഏറ്റവും ഉന്നതങ്ങളിൽ പാറിപ്പിക്കാൻ നമ്മുടെ സഹപ്രവർത്തകർക്ക് സാധിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഭാരതീയ ജനതാ പാർട്ടി തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ബഹുദൂരം മുന്നിലെത്തി കഴിഞ്ഞിരിക്കുന്നു. സകലമാന ജനവിഭാഗങ്ങളുടെയും പ്രതിനിധികൾ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെയും NDAയുടെയും സ്ഥാനാർത്ഥികളാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെയും NDAയുടെയും വികസന രേഖ അനന്തപുരിയിൽ അവതരിപ്പിച്ചതോടുകൂടി ജാതിക്കും മതത്തിനും സർവ്വവിധമായിട്ടുള്ള രാഷ്ട്രീയ വിവേചനങ്ങൾക്കും അപ്പുറത്ത് സകലമാന ജനതയും ഒരുമിച്ചു ചേർന്ന് ഭാരതീയ ജനതാ
ജനതാ പാർട്ടിയുടെ വികസന അനന്തപുരി, ഭാരതീയ ജനതാ പാർട്ടിയുടെ വികസിത തിരുവനന്തപുരം, NDAയുടെ വികസിത തിരുവനന്തപുരം, അതാണ് എന്റെ നാടിന് നല്ലത്, എന്റെ വീടിന് നല്ലത്, എന്റെ കുട്ടിക്ക് നല്ലത് എന്ന് ചിന്തിക്കുന്ന അനന്തപുരി നിവാസികൾ ഭാരതീയ ജനതാ പാർട്ടിയെ ആ മുദ്രാവാക്യം സാക്ഷാത്കരിക്കാനായി രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന സുദിനമായിരിക്കും ഈ വരുന്ന ഡിസംബർ 13 എന്ന് പറയുന്ന ദിവസമെന്ന് മാത്രം അനന്തപുരിയിലെ നിവാസികളിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ബോലോ ഭാരത് മാതാ കേ, നമുക്ക് വേണം